നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും ബഹുമാനി. ബീഹാർ ഇലക്ഷൻ തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ അതിനുമ്പായിട്ട് അൻവറിൻ്റെ കാര്യം. അൻവർ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് മുന്നണി ചേർക്കാത്തതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപടി പരാതി പറഞ്ഞു സതീശനോട്. അൻവറിൻ്റെ പേരിലുള്ള ആരോപണം 100% ശരിയാണ് എങ്കിൽ കൂടി RSS എതിരെയും പിണറായിക്കെതിരെ ആയതുകൊണ്ട് UDF ചേർക്കേണ്ടതായിരുന്നു. അത് ചേർത്തില്ല, പല കാരണം പറഞ്ഞു. ഇപ്പോൾ അൻവർ പറയുന്നത് ഞാൻ എന്നെ UDF എടുത്തില്ലെങ്കിൽ ഞാൻ ലീഗിൻ്റെയും UDF നേതാക്കളുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ പോലും നാറ്റിക്കുന്നു. ഈയിടോ അൻവറെ, താനൊക്കെ എന്ത് രാഷ്ട്രീയക്കാരനോ? LDF ഇറങ്ങി വന്ന് UDF കയറി എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് ഒതുങ്ങിയിരിക്കല്ലേ. ബീഹാർ പോലും നിങ്ങൾ കളയിപ്പിക്കല്ലേ. ഇത് UDF പ്രത്യേക ലീഗ് എല്ലാവർക്കും, ഞാൻ ലീഗിനെ ചില രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ലീഗ് നന്നാകാൻ വേണ്ടിയാണ്. ഇത് ലീഗിൻ്റെ പുറത്തേക്ക് എല്ലാവരും കയറുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞു, ഏത് പ്രസ്ഥാനം കേരളത്തിൽ വന്നോട്ടെ, ഒന്നുകിൽ RS വിരോധം അല്ലെങ്കിൽ ലീഗ് വിരോധം, ഇത് രണ്ടുമല്ല വേണ്ടത്. അങ്ങനെ അന്ധമായി ലീഗ് വിരോധവും പാടില്ല, ലീഗ് സ്നേഹവും പാടില്ല. അന്ധമായി RS വിരോധവും പാടില്ല, RS സ്നേഹവും പാടില്ല. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. അത് പ്രശ്നാധിഷ്ഠിതമായിരിക്കണം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അൻവർ കുറച്ചുകൂടി നാവടക്കൂ. വന്ന് ബീഹാറും പോയി, UDFും പോയി, കോൺഗ്രസും പോയി, എല്ലാ UDF എങ്ങനെയെങ്കിലും UDFിൽ കയറി UDFിനെ നിലനിർത്തി തദ്വാര LDFിനെ നിലനിർത്താൻ അതിനുവേണ്ടി എല്ലാം ശ്രമിക്കുന്നത്. അപ്പോഴും വ്യക്തി താല്പര്യമാണ്. ഞാൻ അവരെ കുറച്ചൊക്കെ പിന്നെ രംഗത്ത് ഇറങ്ങാൻ പറ്റില്ല, അതൊക്കെ മാറ്റിവെക്കുക എൻ്റെ മണ്ടനായ അൻവറെ. മറ്റൊന്ന്, പാലത്തായി പിഞ്ചുകുട്ടി പീഡന കേസ്. ആ സംഭവം ഉണ്ടായപ്പോൾ എത്ര കാര്യമായിട്ട് പറഞ്ഞ് അന്വേഷിച്ച് പോലീസ് ഒത്തുകളിച്ച് ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് വളരെ പൊങ്ങിപ്പറയുന്ന ഒരു മുൻ മന്ത്രി കണ്ട്, വിദ്യാഭ്യാസ മന്ത്രി, വനിതയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. അന്ന് അങ്ങനെയൊന്നും അല്ല, അത്രയൊന്നും ആത്മാർത്ഥം കാണിച്ചില്ല. അതാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ മുസ്ലിം പറയുന്ന ആവശ്യമായതുകൊണ്ട് അവർ അതുപോലെ ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തോണ്ടേ. അതൊന്നുമല്ല, മുഴുവൻ അങ്ങനെയൊന്നുമല്ല. എന്തോട്ടെ, വിഷയം അതല്ല. അതിന് ശിക്ഷ വിധിച്ചപ്പോൾ അവർ വക്കിലാന്ന് പറഞ്ഞു കേട്ട് അത് കള്ളത്തരം കാണിച്ചാൽ അങ്ങനെ അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഗ്രൂപ്പിന് ഒരാൾ രണ്ടുപേരെ ഒരു പത്മകുമാർ കള്ളക്കേസ് കുടിക്കുക. അദ്ദേഹം എങ്ങനെയെങ്കിലും പത്മകുമാറിനെ അകത്താക്കണമെന്ന് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഗ്രൂപ്പിന്, ഒരു ഗ്യാങ്ങിന് അങ്ങനെ ഉണ്ടാവുമോ? അന്ന് ചില പോലീസ് ഓഫീസേഴ്സ് കൃത്രിമമായിട്ട് ഒരാളെ കൊണ്ടൊക്കെ വിളിച്ചു പറയിപ്പിക്കിട്ട് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ വെച്ചിട്ട് മറിയാമ്മയുടെ ഗ്യാസ് പോയി. പിറ്റേ വെള്ളിയാഴ്ച മറിയാമ്മ വേറെ വിളിച്ചു പറയിപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച പോയി ഗ്യാസ് മറിയാമ്മയുടെ അത് എൻ്റെ ആണെന്ന്. വല്ല കാര്യമുണ്ട്? അതുപോലെ ഒരു കുറ്റമില്ലാതെ തെളിയിച്ചു. അതൊക്കെ പോലീസിൻ്റെ തട്ടിപ്പത്. ഇപ്പോൾ വക്കീൽ വന്ന് കരുതി കൂട്ടി ചെയ്തതാണ്. ഒരു പെൺകുട്ടി പേരിൽ 4ാം ക്ലാസ്സിൽ പഠിക്കാൻ 9 വയസ്സ് പെൺകുട്ടി പേരിൽ പത്മകുമാറിനെ പോലെ ഒരു BJP നേതാവിൻ്റെ പേരിൽ ആരോപണം ഉണ്ടാക്കി അയാൾ അകത്തിടുന്നു. ഏത് പോലീസ് അവിടെ താല്പര്യം, അല്ല ഏത് സർക്കാർ താല്പര്യം? അങ്ങനെ പറയരുത്. അതാണ് കാര്യം. ഏതായാലും അത് അങ്ങനെ നിൽക്കട്ടെ. മറ്റൊന്ന്, പിന്നെ ബീഹാർ ഇലക്ഷനെ കുറിച്ചാണ്. അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ കുറിച്ച്. അതായത് SRഉം SIRഉം ഒക്കെ ഉണ്ട്. അതിനൊന്നും പെട്ടെന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമായിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അന്ന് ഞാൻ സൂചിപ്പിച്ചത് അതെല്ലാം വളരെ കൃത്യമാണെന്ന് ഇന്നിപ്പോൾ പല നായർ ഒരു ചാനലുണ്ട്, നായർ രമേശ് നായർ, അതുപോലെ എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും രാജ്യം ഭരിക്കുന്ന കക്ഷിയെക്കുറിച്ചും പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം. ഒന്ന്, എനിക്കറിയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോഴേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോൾ അവിടെ എക്സ്പീരിയൻസും ഒരു പ്രായവും നമ്മൾ യോജിക്കത്തില്ല. പ്രായം അനുസരിച്ചിട്ട് 28 വയസ്സാണ്, എക്സ്പീരിയൻസ് വെച്ചാൽ 35 വയസ്സുണ്ട്. 28 വയസ്സുള്ള കുട്ടി എങ്ങനെ 35 വയസ്സുള്ള എക്സ്പീരിയൻസ് കാണിക്കും? അപ്പോൾ അത് ഒറ്റ കാര്യം കൊണ്ട് അത് തെറ്റാന്നും തട്ടിപ്പാന്ന് വെച്ചാൽ കുട്ടിയെ പറഞ്ഞു വിട്ടു, ഇൻ്റർവ്യൂവിന് പറഞ്ഞു വിട്ടു. അതുപോലെയാണ് 7,40,00,000 വോട്ടർ ഉണ്ടെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഒക്ടോബർ 6 പറഞ്ഞിരിക്കുന്നത്.
നവംബർ 10 അത് പറഞ്ഞ് 7:45 3 ലക്ഷം കൂടി. എന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, ഒക്ടോബർ 6-ാം തീയതി 7,42,00,000 വോട്ട് ആകെ ഉണ്ട് SIR കണക്ക് നോക്കിയപ്പോൾ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയാണ് ഔദ്യോഗികമായിട്ട്. അത് കഴിഞ്ഞ് നവംബർ 6 അതിന് 35 ദിവസം കഴിഞ്ഞ് നവംബർ 11 പറയുന്നു 7,45,00,000. അപ്പോൾ ഈ 3 ലക്ഷം വോട്ട് എങ്ങനെ കൂടി എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. മറ്റൊന്ന്, അതിൽ ആകെ പോൾ ചെയ്തിരിക്കുന്നത് 66%. 7,42,42,00,000 66% പോൾ ചെയ്തെങ്കിൽ ഏതാണ്ട് 4 കോടി താഴെ വരുള്ളൂ. ബാക്കി ഈ 3 കോടി വോട്ടുകൾ എങ്ങനെ വന്നു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്ന ഭരണകൂടവും പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെ എവിടെയും തിരിമറിവ് നടന്ന് ജനങ്ങൾക്കൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ പബ്ലിക്കിനെ ഫൂളാക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ അതിനെ നിയന്ത്രിക്കുന്ന ചെയ്തു. അതൊക്കെ ഒരു സത്യമാണ്. ഞാൻ അതൊരു ആമുഖമായിട്ട് മാത്രം പറഞ്ഞു. ഞാൻ വീണ്ടും രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ നേതാക്കളുടെ കാര്യം അവരുടെ കഴിവുകളാണ് പറയുന്നത്. ഒന്ന്, രാഹുൽജി പച്ച മലയാളത്തിൽ സ്നേഹത്തിന് ഭാഷപ്പെടട്ടെ. അങ്ങക്ക് ഈ മുൾക്കിയിടം പറ്റില്ല. അത് താഴെ വച്ചിട്ട് ആരെങ്കിലും കഴിവുള്ളവരെ ഏൽപ്പിക്കും. അങ്ങനെ കഴിവുള്ളവരെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് കോൺഗ്രസ്സിന് ഒരാളാണ് ഉള്ളത്, കർണാടകയിലെ ശിവകുമാർ. നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ട്, പാർട്ടി സ്നേഹമുണ്ട്. ഇതുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തൽക്കാലം പ്രധാനമന്ത്രിയാകാൻ നോക്കല്ലേ, ആംഗളി പെങ്ങളും. ആ BJPയുടെ കയ്യിൽ നിന്ന് അധികാരം മാറ്റി പിടിച്ച് 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വന്ന് AIC ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാം. നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആകുന്ന ആഗ്രഹമില്ലേ ഉള്ളൂ, അത് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാം. അതുവരെ നിങ്ങൾ മാറി നിൽക്ക്. ദൈവത്തെ ഓർത്ത്, പടച്ചവനെ ഓർത്ത്, അല്ലെങ്കിൽ മനുഷ്യ ഓർത്ത് നിങ്ങൾ പറ്റൂല. നിങ്ങൾ അൺഫിറ്റാണെന്ന്, ടോട്ടലി അൺഫിറ്റാണ്. കാരണം അങ്ങനെയൊന്നുമല്ല ഇലക്ഷൻ. നിങ്ങൾ കാണിക്കുന്ന ആൾക്കൂട്ടോ അല്ലെങ്കിൽ പേക്കൂത്തല്ലടോ ഇലക്ഷൻ പര്യടനം, അല്ല ഇലക്ഷൻ പ്രചരണം. അതൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുക്കണം. ഇത് നിങ്ങൾ കാണിക്കുന്ന ആൾക്കൂട്ടാണ്. ആൾക്കൂട്ടം ഒരിക്കലും വോട്ടാകൂലെന്ന് ഞങ്ങളുടെ അറിവിൻ്റെ പരമാവധി പല പ്രാവശ്യം ഈ രാഹുലിനോടും പ്രിയങ്കയോടും മറ്റുള്ള എല്ലാ ആൾക്കാരോടും പറഞ്ഞ് അതൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനത്തില്ലേ. ഇപ്പോൾ BJP കളിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാൻ പറയും, നമ്മൾ കക്കാൻ പോവാണ്. അത് വിജയിക്കണം. അത് ശരിയോ തെറ്റ് വേറെ വശമാണ്. അതുപോലെ നിങ്ങൾ എറിയിക്കഴിഞ്ഞാൽ അത് വിജയിക്കണം. ഒരു വോട്ട് ചെയ്യില്ല. നിങ്ങൾ ജയിച്ച് ഈ 200 സീറ്റിൽ ജയിച്ചിരിക്കുന്നത് 150, 300, 200, 50, 60 വോട്ടിനാണ്. അല്ല നിങ്ങൾ പോലെ 8-10 ലക്ഷം വോട്ട് ഭൂരിപക്ഷമല്ല. ഒരു വോട്ട് ജയിച്ചാലും മതി. 8-10 ലക്ഷം വോട്ട് ജയിച്ചാലും ഒരു വോട്ട് ജയിച്ചാലും അവിടെ ചിലപ്പോൾ MP പദവി കിട്ടുന്നത്. അപ്പോൾ അവരത് കറക്കി കൂട്ടി കല്ല് മാറ്റി പതിരും മാറ്റി നെല്ല് കണ്ടുപിടിക്കുമ്പോഴേ അത്യാവശ്യം ജയിക്കാൻ എത്ര സീറ്റ് വേണം നമുക്ക് ഭരിക്കാൻ, അല്ലെങ്കിൽ എത്ര സീറ്റിൽ നമുക്ക് കിട്ടും, ഇനി എത്ര സീറ്റിൽ പോരായികയുണ്ട്, ആ സീറ്റിൽ എത്ര വോട്ട് പോരായികയുണ്ട്. അപ്പോൾ അവർ നോക്കും, ഒരു 100 സീറ്റിൽ പോരായികയുണ്ട്, വോട്ട് എങ്ങനെ എടുക്കാം, അത് അവർ കാണുന്നല്ലേ. അത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമുക്ക് വോട്ട് കിട്ടൂല എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആ വോട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക, തള്ളിക്കളയാം. അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഒരു 1000 വോട്ട് പോരായി കെട്ടി ഒരു 1100 വോട്ട് പുതിയതായിട്ട് അങ്ങോട്ട് ചേർക്കുക. അപ്പോൾ പച്ചിലയും കത്രികയും പോലെ പോകും. പച്ചില കത്രിക പോലെ എത്ര ഈസിയാണ്. അതുപോലെ സ്മൂത്തായിട്ട് ജയിച്ചെടുക്കാം. 10 വോട്ട് ജയിച്ചാലും മതി, 100 വോട്ട് ജയിച്ചാലും മതി, 1000 വോട്ട് ജയിച്ചാലും മതി, അല്ല 5 ലക്ഷത്തിനുമില്ല. അത് പോണ കണക്ക്. അവർ ചെയ്യുന്നത് വോട്ടേ ലിസ്റ്റിൽ പേര് ചേർക്കും, എന്നിട്ട് വോട്ട് ചെയ്യിക്കും. വോട്ട് ചെയ്തിട്ട് അത് എണ്ണി പൂർത്തിയാകുന്നവരെയും നമ്മളവിടെ മാറാതിരിക്കും. അതാണ് ചെയ്യേണ്ടത്. അത് കൂടാതെയാണ് ഒരുപടി കൃത്രിമം ചെയ്യുന്നത്. കാണുമ്പോൾ 2014 പാർലമെൻറ്റ് ഇലക്ഷൻ മുതൽ മോഡിയുടെ ഗ്യാങ് എല്ലാം ജയിച്ചിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ തട്ടിപ്പിൽ കൂടിയാണ്, അല്ലെങ്കിൽ വോട്ട് തട്ടിപ്പിൽ കൂടിയാണ്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനോ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നത്. എന്തിനാ മോനെ രാഹുലേ, ഇത്രയും നിർണായകമായി ഇലക്ഷൻ ബീഹാർ നടക്കുമ്പോഴേ നിങ്ങൾക്ക് കോർഡിനേറ്റ് ആയിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ?
12 സീറ്റിലാണ് പരസ്പരം മത്സരിച്ച് BJP കൊടുത്തത്. പിന്നെ കഴിവേണ്ട പര്യായമാണ് ലാലുവിൻ്റെ മോന് പോലും. ലാലുവിൻ്റെ മോനെ പറഞ്ഞത് ലാലുവിൻ്റെ മോന് ഉണ്ടല്ലോ, ലാലുവിൻ്റെ മോൻ മറ്റേ രാഹുലിനെ വിട്ടുകളയാ. അതങ്ങനെ അറിയാം. അവിടെ ആ ഉവൈസി വന്ന് എന്താടോ പറഞ്ഞ ലാലുവിൻ്റെ മോനെ 6 സീറ്റല്ലേ അയാൾ ചോദിച്ചുള്ളൂ. 6 സീറ്റ്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നിൽ പറയണം. ഇപ്പോൾ ഒരു കുട്ടി അജാൻ പല്ല് പറയും 6 സീറ്റ് കൊടുത്തെങ്കിൽ നിങ്ങൾ മുന്നണി ചേർക്കാൻ വേണ്ടി ചേർക്കണ്ട, നെറികെട്ട് നിങ്ങൾ ചേർക്കണ്ട. പക്ഷെ അവർ ആ മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു. 6 സീറ്റാണ് കൊടുത്തത്. അപ്പോൾ ചെല്ലുന്നതില്ലേ തന്നെയല്ല. നിങ്ങൾ കാര്യം എന്താണ് ഒവൈസി വന്നിട്ടാണ് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞാണ് പുള്ളിയും പറഞ്ഞത്. 4% വോട്ടുള്ളൂ പസ്വാന് ബീഹാറിൽ 4% വോട്ട്. 4% വോട്ടുള്ള പസ്വാന് 19 സീറ്റ്, 29 സീറ്റിൽ മത്സരം 19 സീറ്റ്. ഒരു മുഖ്യമന്ത്രിക്കാകും. 20% മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവേ ഇല്ല. ലാലുവും രാജീവും കൂടി കാണിച്ച രാഹുലും പിന്നെ ലാലുവിൻ്റെ മോനും കൂടി കാണിച്ചാലും പറഞ്ഞു 20% ഉള്ള ഒരു സമുദായത്തിന് ഒരു നേതാവ് പോലും ഇല്ല, ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമില്ല. ഈ കള്ളന്മാരുടെ മുഴുവനും അങ്ങോട്ട് പറ്റിച്ച്. അപ്പം പിന്നെ ഇയാൾ പറഞ്ഞതാണ് നിങ്ങൾ എന്താണ് 2ാം പൗരനായി നിൽക്കുന്നത്? ഇപ്പം ഈ ലീഗിനോട് പറയുന്നതാണ്, ലീഗ് ഇപ്പോഴും 2ാം പൗരനാണ്. മുഖ്യമന്ത്രി ആകാൻ അവർക്കൊരു താല്പര്യമില്ല, അതിൽ ശ്രമിക്കുന്നില്ല. എന്നാൽ അവർക്ക് ശരിക്കും ശ്രമിച്ചാൽ മുഖ്യമന്ത്രി ആകാം. അതേ വോട്ടടിയൊക്കെ നടക്കാണ്, മുഖ്യമന്ത്രി ആകാം. ഈ നാണം കെട്ട പണിക്ക് പോകണം. ആ ജാതി പേര് മാറ്റി ദേശീയ താൻ നിൽക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രിയാകാം. ആരും തടസ്സം പറയില്ല, കാരണം ജനസംഖ്യ കൊണ്ടല്ലോ. അത് ചെയ്യില്ല. അത് ഉപമുഖ്യമന്ത്രി മതി. ഇപ്പോൾ 2ാം സ്ഥാനം ആരുടെ കീഴിൽ? ഈ പിന്നെ സതീശൻ്റെയൊക്കെ വാലായിട്ട്, രമേശിൻ്റെ വാലായിട്ട്. ഇടോ കുഞ്ഞാക്ക്, നിങ്ങൾക്ക് അഭിമാന അന്തസ്സും എന്തെങ്കിലും നിങ്ങളുടെ ശക്തികൾക്കറിയാവോ? കേരള ജനസംഖ്യയിൽ 40% അവകാശികളുടെ നിങ്ങളുടെ പറക്കം. അത് നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഈസിയായിട്ടാകാമല്ലോ. ഇവിടെ 9%, 5% ഒക്കെ ഉള്ളവരൊക്കെ മുഖ്യമന്ത്രി വെക്കുന്നു. നിങ്ങളാ നെറികെട്ട പ്രവൃത്തി മാറ്റിവെക്കണം. എന്നിട്ട് ദേശീയ ധാരയിൽ വരണം, രാജ്യസ്നേഹമായിരിക്കണം. ജാതി പാർട്ടി മതപ്പാർട്ടി മാറ്റിവെച്ചിട്ട് ദേശീയ ധാര നിന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകും. അതൊരിക്കലും നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ. ഈ സമുദായത്തെ നിങ്ങൾ വഞ്ചിക്കുകയും പറ്റുകയും ചതിക്കുകയും ചെയ്യല്ലേ? ദിവ്യത്വം പറഞ്ഞ് തങ്ങളുടെ ഒരു മോഹമാണ് എന്തെത്തിപ്പോ മുസ്ലിം ലീഗിനെ ഞാൻ തങ്ങളെ കുറ്റപ്പെടുത്തല്ല, പാവം മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കില്ല, നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കറിയില്ല. ആനയുടെ കഴിവ് ആനക്കറിയില്ല എന്നല്ല, കഴിവറിയുന്നില്ല. ഇനി അത് വേണ്ട. അത് പച്ച മലയാളത്തിൽ അംബേദ്കർ പറഞ്ഞ ഭാഷ, കാൻഷാ പറഞ്ഞ ഭാഷ, ഇപ്പം മൊയ്തീൻ ഷാ പറയുന്ന ഭാഷ ഇതാണ്. അതെന്താണ്? ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട. ഇതന്നെ രാഹുലിനോടും ലാലുവിൻ്റെ മോനോടൊക്കെ പറയാനുള്ളത്. എടോ 5-8% പറ്റില്ല. നിങ്ങളല്ലേ ഈ ഇത്രയും കാലം ബീഹാർ ഭരിച്ചത്. ഈ പാവം മുസ്ലിങ്ങളുടെ വോട്ടും പണവും വാങ്ങി. നിങ്ങൾ എന്ത് ചെയ്ത്? ഹൈദരാബാദിൽ നിന്ന് ഒരാൾ മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനും ഇവിടെ വന്ന്, നിങ്ങൾക്ക് അവിടെ നിന്നാൽ പോരെ, നിങ്ങൾ ചതിയനാണ്, വഞ്ചനാണ്, BJPയുടെ B ടീമാണ്. എടോ നെറികെട്ട് രാഷ്ട്രീയ നേതാക്കൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെയാണ് നിങ്ങൾക്കതുപോലെ ഉണ്ടാക്കാൻ പാടുള്ളത്. നിങ്ങൾ BJPയുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി ഹിന്ദുവിൻ്റെ ഒരാളെ കൊണ്ട് വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അത് പറ്റില്ല. മുസ്ലിങ്ങൾ വന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ നേതാവാക്കി രാജ്യത്തെ ഭരണത്തിൽ കഴിവ് ചെയ്യാൻ സൂഹിക്കണം. അതിനി വേണ്ട മോനെ. ലാലു അതിലും വേണ്ടില്ല, മുലായം മരിച്ചുപോയില്ലോ, മുലായൻ്റെ മോനാണ് വേണ്ടില്ല. ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട എന്ന് ഇന്ത്യയിലെ മുസ്ലിം തീരുമാനിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മുസ്ലിങ്ങളല്ല, കേരളത്തിലെ മുസ്ലിം അവരെ കണക്കാക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെ കണ്ടുകൊണ്ടാണ് കേരള മുസ്ലിങ്ങൾ. അത് നെറികെട്ടായി പോയി, അവർ തട്ടിപ്പായി പോയി. അല്ല, ഇന്ത്യയിലെ പാവപ്പെട്ട വിശപ്പിനെ അറിയുന്നുണ്ട്, കൂടുതലേക്ക് മറുവില്ലാത്ത ജനകോടികൾ അവർ ബീഹാർ ഇലക്ഷനിൽ വോട്ട് ശരിക്കും വിനിയോഗിച്ചു. ഞാൻ വല്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതിനൊക്കെ താഴെയൊക്കെ ബീഹാറിലെ നിരക്ഷരകുക്ഷികളാണ്. അതൊരു നേതാവുണ്ടായിരുന്നു, ജയപ്രകാശ് നാരായൺ. അതുപോലെ നേതാവ് ഇന്നില്ല. അങ്ങനെ ബുദ്ധിയുള്ള ഒരാളില്ല, നേതാവില്ല, മനുഷ്യസ്നേഹമുള്ളവരില്ല. രാഹുലിന് ആ സ്ഥാനത്ത് നിർത്താൻ പറ്റുമോ? രാഹുലിന് രാഷ്ട്രീയം അറിയാവോ? എന്നാലും പറഞ്ഞ ചോദ്യം വീണ്ടും ഇന്ന് 140 കോടി ജനങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് രാഹുലിൻ്റെ ജാതി?
ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, ഹിന്ദുവാണോ? ഇനി രാഹുൽ ഇനി ഈ എല്ലാ ഇപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് 2-3 സ്ഥലത്ത് കിടക്കാതെ തിരഞ്ഞെടുപ്പാണെന്ന്, അത് ആന്ധ്രാപ്രദേശിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലൊക്കെ. അവിടെയെല്ലാം 2 സ്ഥലത്ത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു, ഛത്തീസ്ഗഡിൽ അവാമി പാർട്ടി ജയിച്ചു, ജെഎംഎം ജയിച്ചു, ആന്ധ്രയിൽ കോൺഗ്രസ് ജയിച്ചു, ഹരിയാനയിലെ മറ്റോ കോൺഗ്രസ് ജയിച്ചു. അതൊക്കെ ശരി തന്നെ. അതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾക്കറിയില്ല ഇന്നത്തെ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ BJP നയിക്കുന്ന ഗവൺമെൻറ് താഴെ ഇറക്കാനോ അല്ലെങ്കിൽ BJP ഭരണം മാറ്റാനോ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഇന്നത്തെ മിഷണറി ചിന്തയും പോരാ, ഇന്നത്തെ മിഷണറി സമ്പ്രദായം പോരാ, നിങ്ങളുടെ ഇന്നത്തെ ചിന്ത പോരാ, ഇന്നത്തെ രീതി പോരാ, സ്റ്റൈൽ തന്നെ മാറ്റണം. അത് മാറ്റാൻ പറഞ്ഞത്. അങ്ങനെ മാറ്റാൻ ശിവകുമാർ, കർണാടകയിലെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി, അവിടുത്തെ കർണാടക KPC പ്രസിഡന്റ്, കർണാടക പ്രസിഡന്റ് ശിവകുമാറിന് ഇതെല്ലാം പറ്റിയ ആളാണ്. നിങ്ങളാക്കുമോ? നിങ്ങൾ ശശി തരൂർ വന്നല്ലോ, തരൂരിന് പല പോരായിക്കട്ടെ സംഭവിച്ചു. ഞാൻ രാഹുൽ ഗാന്ധിയോട് പറയണത് എന്താണ് അതിൻ്റെ ഫിലോസഫി? ഞാൻ നിങ്ങളിൽ ഉൾക്കൊള്ളുകയും എന്നെ നിങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുമ്പോഴാണ് മഹാനാകുന്നത്. മനസ്സിലായില്ലേ? എന്നിൽ ഞാൻ ഉൾക്കൊള്ളിക്കണം, എന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം, അപ്പോഴും മഹാനാവുള്ളൂ. അതുണ്ടോ? അതുണ്ടെങ്കിൽ രാഹുലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിലെ എന്താണ് KC വേണുഗോപാൽ പറഞ്ഞത് കേട്ട് അവിടെ വ്യാഖ്യാനിക്കുമോ? നിങ്ങൾ ചെയ്ത് മണ്ടത്തെന്നറിയുമോ? ഒറ്റ വലിയൊരു മണ്ടത്തം കാണിച്ച് ഇലക്ഷൻ്റെ തലേ ദിവസം രാഹുൽ കുറിച്ച് ഇലക്ഷൻ തലേ ദിവസം ഒരു ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിൽ ഇലക്ഷൻ തലേ ദിവസം പറയാണ് ഇതും ഹരിയാന പോലെ ബീഹാറും പോകും. ഇവിടെ മണ്ട ശിരോമണി, അത് മണ്ടത്തരല്ലേ? നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറയാം, അല്ലെങ്കിൽ കഴിഞ്ഞ് വോട്ടിംഗ് പോളിംഗ് കഴിഞ്ഞ് അപ്പോൾ വേണി പറയും ഇത് ഇലക്ഷൻ. അവർ ആൾക്കാർ വിചാരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമുള്ളതെന്ന്. ഇതവിടെ നിങ്ങൾക്കറിയില്ലെന്ന്. നിങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിക്കില്ലേ? പക്ഷെ 90% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ അവരെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ചുക്ക് സംഭവിക്കാനില്ല. നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനുള്ളത്? ഇറ്റലിയിൽ നിന്ന് വന്ന മാതാമ്മയുടെ മക്കൾ നിങ്ങൾക്ക് എന്താ ഇന്ത്യയിൽ പോരായുള്ളത്? എന്താ നിങ്ങൾക്ക് ഇനി കിട്ടാനുള്ളത്? പേരും പെരുമയില്ലേ, പണമല്ലേ, പ്രഭാവമല്ലേ? നിങ്ങൾ നശിപ്പിക്കുന്ന ഈ 90% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഇന്ത്യയിൽ അവർ നിലനിൽപ്പ് അപകടത്തിലാക്കാണ്. അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും സ്നേഹം ഈ രാജ്യത്തോടുണ്ട്, പാർട്ടിയോടുണ്ട്, ഇവിടുത്തെ പാവം ജനങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം. മറ്റാരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചാതി ഏൽക്കരുത്. നിങ്ങൾ മാറി നിന്നിട്ട് ആരെങ്കിലും ഏൽപ്പിക്കാൻ പറയാം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരാളെ ശിവകുമാരെ പോലെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം. അത് ചെയ്യോ? അത് ചെയ്യാൻ ഈ ലീഗ് പറയുമോ ചെയ്യാൻ? മാറി നിൽക്കാൻ പറയില്ല. രാഹുൽ നിന്ന് കാണുമ്പോൾ, പ്രിയങ്ക നിന്ന് കാണിക്കുമ്പോൾ തുണി അഴിച്ച് കൊടുക്കാണ്, എന്തോ വലിയ ആഘോഷം പോലെ. ഞങ്ങൾ കർഷകമായിട്ട് പറയാൻ കാരണം ഇനി ഇതെന്നാ പറയുന്നത്? ഇത്രയും അവസരം കിട്ടി ഈ ഗവൺമെൻറ്റിന് അത്ര കണ്ട് ജനങ്ങൾ വേർത്തിട്ട് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാം, ഗവൺമെൻറ്റിൻ്റെ അലസതയോ അല്ലെങ്കിൽ കഴിവുകളോ ശരിയാണ്, അത് നിങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിർത്താൻ പറ്റില്ലേ? അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് നിങ്ങൾ ചരിത്രം പഠിക്കണം. ജയപ്രകാശ് നാരായണൻ്റെ കാര്യം വീണ്ടും പറയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് ഒഴിവാക്കി എല്ലാവരും കൂടെ നിർത്തിയില്ലേ? അത് നിങ്ങൾക്ക് പറ്റില്ല. ഒവൈസിയെ പറ്റില്ല, ആസാമിലെ ആളെ പറ്റില്ല, ഇവിടെ പറ്റില്ല, അവിടെ പറ്റില്ല. ഇതൊന്നും അല്ലടോ രാഷ്ട്രീയ പ്രവർത്തനം. ഒരു ചുക്കുമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കുമല്ല. രാഹുൽ ഗാന്ധി ചുക്കുമല്ല, പ്രിയങ്കയ്ക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ വയനാട് മത്സരിക്കില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ പറയും ഈ 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എന്നെ പോലെ പറയുന്നത് ഞാൻ ഈ ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്നും ജയിക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യപ്പെടുത്താനുള്ള ആളും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അൺഫിറ്റാണ്. എത്രയൊക്കെ വേണിങ്ങാലും തല്ലിക്കൊന്നാലും നിങ്ങൾ അൺഫിറ്റാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇരു പരീക്ഷ തയ്യാറാകല്ലേ, നിങ്ങൾ മാറി നിൽക്ക്, അടുത്ത ആളെ ഏൽപ്പിക്കുക. അത് വലുത് കൈ സ്വാധീനമാകുമ്പോൾ തന്നെ എടുത്ത് കൈ സ്വാധീനമാകുന്ന പോലെ നിങ്ങളങ്ങോട്ട് കുടുംബം അങ്ങോട്ട് മാറി നിന്നാൽ തന്നെ ആണുങ്ങൾ ഏറ്റെടുത്തോളും. അത് നിങ്ങൾ ഉദ്ദേശിച്ച് മണി കെട്ടി കോടീശ്വരന്മാരേക്കില്ല, നല്ല അധ്വാനശീലർ, നല്ല ബുദ്ധിജീവികൾ, നല്ല രാഷ്ട്രമീമാംസർ, അങ്ങനെ 100,000 ലക്ഷക്കണക്കാർ ഇന്ത്യയിലുണ്ട് കോൺഗ്രസ് തന്നെ. അവർ ഏറ്റെടുത്തോളും. അവരുടെ മുമ്പിൽ BJP തന്ത്രം ഈ തട്ടിപ്പ് നടക്കുകയില്ല, ശംഖുപരിവാരം നടക്കില്ല. പക്ഷേ രാഹുലിൻ്റെ മുമ്പിൽ നടക്കും.
സോണിയ കുടുംബം ദയവ് ചെയ്ത് സോണിയ കുടുംബം മാറി നിൽക്കണം. ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ഇന്ത്യയിൽ ഇന്നത്തെ രീതിയിൽ BJPയെ താഴെ ഇറക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുക. അതാണ് ഓരോ ഉദാഹരണം പറയുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇരട്ടി സീറ്റ് ലാലുവിൻ്റെ നിതീഷിൻ്റെ പാർട്ടി കിട്ടിയില്ലടോ. അതുപോലെ BJP കിട്ടിയോ? BJP കിട്ടിയ ഒരു സാധാരണ ചെറിയ വളർച്ചയിട്ടേ ഉള്ളൂ. വോട്ടിംഗ് ശതമാനങ്ങളും അവർക്ക് 22.8%, മറ്റൊക്കെ 20.9%, JDUവിന് 18.1. അപ്പോഴും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ സീറ്റ് എണ്ണം കിട്ടി. അതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗിൽ നല്ലൊരു ശതമാനവും നിതീഷിൻ്റെ പാർട്ടി വോട്ട് ചെയ്ത്, പിന്നെ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി വോട്ട് ചെയ്തു. 29 സീറ്റിൽ നിന്നിട്ട് 19 സീറ്റ് കിട്ടിയതിൻ്റെ 70%. നിങ്ങൾ 60 സീറ്റിൽ നിന്നിട്ട് 6 സീറ്റ് 10%. RJD എത്ര കിട്ടിയുണ്ട്? 4 കിട്ടിയില്ല. അവിടെ നിങ്ങൾ വന്നിട്ട് പോരായി നിങ്ങളെ കുടുംബാധിപത്യം, ലാലുവിൻ്റെ ഇപ്പോഴത്തെ രാഹുലിൻ്റെ കുടുംബാധിപത്യം, അതൊന്നും വേണ്ടെന്നേ. ഇന്ത്യൻ രാഷ്ട്രീയം അതൊന്നും വേണ്ട. BJPയിൽ എത്ര ഒരു കുടുംബാധിപത്യമുണ്ട്, CPIMൽ എത്ര ഒരു കുടുംബാധിപത്യമുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഈ ലാലുവിൻ്റെ മുലാമുലയുടെ പിന്നോക്ക പാർട്ടിയും പിന്നെ കോൺഗ്രസ് മാത്രമല്ല ഈ കുടുംബാധിപത്യം. അച്ഛന് ശേഷം മകൻ, മകന് ശേഷം അമ്മ, അതൊന്നും വേണ്ടെന്ന്. നിങ്ങൾ ഒരാളുകൂടെ മാറിക്കഴിഞ്ഞാൽ അടുത്ത സീനിയർ മോസ്റ്റ് ഇപ്പം ലാലുവാണ് മാറിയെങ്കിൽ രഞ്ജൻ പ്രസാദ് യാദവാണ് ആകേണ്ടിയിരുന്നത്. അത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ വളരെ സഹകരിച്ച് പ്രോജക്റ്റുണ്ട്. ആ രഞ്ജൻ പ്രസാദ് യാദവിനെ ആക്കാതെ വീട്ടിൽ നിന്ന് ആ ഭാര്യയെ കൊണ്ടുവന്ന് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വെറും കുടുംബം പാവ സ്ത്രീ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി തട്ടിപ്പടി ഭരിച്ചില്ലേ. ഓയിലിടോ വേണം, 2 ടേം ഇനിയും കിട്ടുമോ? അന്ന് നിങ്ങൾ രഞ്ജൻ പ്രസാദ് ആക്കില്ല. അത് നിങ്ങൾ മാത്രം രാഹുൽ ഗാന്ധിയിലും ഇതിനൊക്കെ ശേഷം അടുത്ത ആൾ. ഇത് പാരമ്പര്യമായിട്ട് അത് സപ്പോർട്ട് കുറേ കള്ളന്മാരും അതിൽ മുസ്ലിങ്ങൾ നല്ലൊരു ശതമാനം കള്ളന്മാരും. പഴയ കോൺഗ്രസ് പണ്ട് നെഹ്റു അങ്ങനെയൊക്കെ പാടുപെട്ടിട്ട് ഗാന്ധി എതിരുണ്ട്, ഒക്കെ ശരി തന്നെ സമ്മതിച്ചു. രാജീവ് ഗാന്ധി എന്തിനാ ആത്മഹത്യ ചെയ്ത്? ഇന്ദിരാഗാന്ധിയെ പട്ടാളം വെടിവെച്ചു എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പഞ്ചാബിൽ നല്ല ശതമാനം ആൾക്കാർ ശത്രുണ്ട്, ആ പഞ്ചാബ് പോലീസുകാരെ ഡ്യൂട്ടിയിൽ നിർത്തിയത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അതും സാരമുള്ളത് കൂടെ നിർത്തി തകർത്ത് കളഞ്ഞില്ലേ. അപ്പോൾ രാജീവ് ഗാന്ധി അന്ന് തകർത്ത് കളഞ്ഞില്ലേ. കോൺഗ്രസിൽ ചില വിഭാഗത്തിൽ അറിയിപ്പില്ല അങ്ങനെ സംഭവിക്കുന്നു. അന്ന് എന്താണ് രാജീവ് ഗാന്ധിയുടെ കൂടെ നിഴൽ പോലെ പോയിക്കൊണ്ടിരുന്ന സോണിയാഗാന്ധി ആ ദിവസം എന്തുകൊണ്ട് കൂടെ ഉണ്ടായില്ല? സോണിയാഗാന്ധിക്ക് അറിയില്ല, പക്ഷെ അവർക്ക് ഉപദേശം കൊടുത്തവർക്ക് അത് മനസ്സിലാക്കി അവിടെ കാര്യം അത് അവർ വിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലത്തും 99%, 99 സ്ഥലത്തും രാഹുൽ ഗാന്ധി പിന്നെ പോകുന്നതാണ് സോണിയാഗാന്ധി. പെരുമ്പത്തൂരിൽ മാത്രം പോയില്ല. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത് കോൺഗ്രസ് ചില വിഭാഗങ്ങൾക്ക് അറിയായിരുന്നു. ആ ഗ്രൂപ്പ്, ആ ഉപദേശിക്കുന്ന കപട ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് എന്ത് ചെയ്ത് സോണിയെ വിട്ടില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് വിട്ടില്ല. മനുഷ്യൻ, നല്ല തങ്കമായ മനുഷ്യൻ. രാജീവ് ഗാന്ധി സംബന്ധിച്ച് പറഞ്ഞാൽ നിഷ്കളങ്കാണ്, ഒരു കപടമില്ല. അതുപോലെ രാഹുലതെ ഒരു കപടമില്ല, പക്ഷേ രാഷ്ട്രീയത്തിൽ പോരാ. ആ മനുഷ്യൻ കൊന്നുകളഞ്ഞില്ലേ. എന്നിട്ട് രാജ്യത്തിന് വേണ്ടി അച്ഛനും അമ്മയും അപ്പൂപ്പനൊക്കെ ആര് കൊല്ലാൻ പറഞ്ഞു? ഇന്ദിരാഗാന്ധിയോട് ആര് വന്നു? ഇന്ദിരാഗാന്ധി റിപ്പോർട്ട് കൊടുത്തല്ലേ രഹസ്യാന്വേഷണ വിഭാഗം നിങ്ങൾ മാറ്റിയില്ല. പെരുമ്പത്തിൽ പോയത് കോൺഗ്രസ് എല്ലാവർക്കും അറിയാതല്ല, എന്നിട്ട് വിട്ടില്ലേ? നിങ്ങൾ കൊന്നെടുത്തതിന് അതിന് നാടെന്ത് ചെയ്ത്? അപ്പോൾ അതുകൊണ്ട് കുടുംബ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ രാജ്യസ്നേഹമുണ്ട്, പാർട്ടി സ്നേഹമുണ്ടെങ്കിൽ സോണിയ കുടുംബം എത്രയും പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ മാറി നിന്ന് BJPയുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കട്ടെ. പിടിച്ചെടുത്ത് 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രധാന സ്ഥാനം കൈ തള്ളിയാതെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കയ്യിൽ തരാമെന്ന് വാക്ക് വെറുതെ പറഞ്ഞല്ല. നിങ്ങളെ കൊണ്ട് താഴെ ഇറക്കാൻ സാധിക്കില്ല. നിങ്ങളുള്ള പരിജ്ഞാനമില്ല, നിങ്ങൾ അൺഫിറ്റാണ്. അതിൽ ഇപ്പോൾ ഒരു സച്ചിൻ പൈലറ്റിനെ ആക്കുന്നു, KC വേണുപോലെ വരും, പിന്നെ പ്രിയങ്ക വരുന്നു, രാഹുൽ വരും. അവരെന്താ പറയുക, പഴയ വീഞ്ഞ് പുതിയ ഉപ്പിൽ പോലെ. അപ്പോഴും 20% വരുന്ന മുസ്ലിം സമുദായമുണ്ട്. അവരിൽ ഒരാൾ വാക്കിടുന്ന ഈ കഴിവേറെ മക്കളൊന്നും പറയുന്നില്ല. ബീഹാറിൽ അടിച്ചുപോലെ അടിച്ചു. അതുപോലെ ഇനി ആസാമിലും പഞ്ചാബിലും പശ്ചിമ ബംഗാളിലും പിന്നെ ആസാമിലൊക്കെ പോലെ എല്ലാ സ്ഥലത്തും തകർത്ത് കളയും. തീരുമാനിച്ചു കഴിഞ്ഞ് ഈ എല്ലാവർക്കും ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുത്തില്ലെങ്കിൽ, അതിൽ മുസ്ലിം സമുദായത്തിന് കൊടുത്തില്ലെങ്കിൽ അവരെല്ലാം അവരെ കഴിവനുസരിച്ച് കരുക്കൾ നീക്കുക, നിങ്ങളൊക്കെ തകർത്ത് കളയും. അതുകൊണ്ട് നമ്മുടെ
ഇദ്ദേഹം സ്റ്റീഫനായിട്ട് പറഞ്ഞല്ലേ, ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും യോജിച്ചു മുസ്ലിങ്ങൾ തകർത്തുകൾ പറഞ്ഞല്ലേ, അതൊക്കെ ഭംഗിവാക്കാണ്. പക്ഷെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാന്ന തകർത്ത സത്യം ചെയ്യുക ഫലിക്കും. കണ്ട് ബീഹാറിൽ കാണിച്ചിരിക്കണം, വളരെ കണക്കാണ്. ഒവൈസിക്ക് 5 സീറ്റ് ഒവൈസി കിട്ടിയില്ലേ? ഞാൻ ഒവൈസി നല്ലവനാണെന്നല്ല, ഒവൈസി ജാതി രാഷ്ട്രത്തെ ഞങ്ങൾ എതിർക്കുകയാണ്, ഒരിക്കലും ജാതി രാഷ്ട്രത്തെ എതിർക്കില്ല. മുസ്ലിം ലീഗിനെ പോലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒവൈസി പോലുള്ള കുറച്ച് തീവ്രമായി അംഗീകരിക്കുമോ? പക്ഷെ അവർ പറയുന്ന പോയിന്റ്, അവർ ഏഷ്യയുടെ പാർട്ടിയല്ലേ, ഏഷ്യയുടെ പാർട്ടിക്ക് മത്സരിക്കാൻ പാടില്ല, അവരൊന്ന് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് സഹായിക്കണം എന്ന് പറഞ്ഞ് എന്ത് ന്യായമാണ്, എന്ത് ലോജിക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അല്ല ഒവൈസി നല്ലതാണെന്നോ അല്ല ഒവൈസി പോളിസി നല്ലതാണെന്നോ അന്നും നമ്മൾ പറയുന്നില്ല. ഒവൈസി പോലെ രജിസ്റ്റേർഡ് ചെയ്ത ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത പാർട്ടി ഇന്ത്യയിൽ എവിടെ വേണേൽ മത്സരിക്കാമെന്ന് അനുവാദം കൊടുത്തൊരു പാർട്ടിക്ക് ബീഹാറിൽ ഒന്നും മത്സരിക്കാൻ പാടില്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് റാമൊളി വോട്ട് ചെയ്ത് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ എന്താണോ രാഹുലെ അതിൻ്റെ ലോജിക്ക്? ഇത്രയും നിർണായകമായ ഇലക്ഷൻ സമയത്ത് ബീഹാറിൽ രാഹുൽ എന്താ കാണിച്ചത്? എത്ര ദിവസം രാഹുൽ ഉണ്ടായി അവിടെ? നമ്മളല്ല SIR പോലുള്ള സ്ഥലത്തൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാമായിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അത്. 20% മുസ്ലിങ്ങൾക്ക് മാന്യമായ സ്ഥാനം കൊടുക്കുക. അതുപോലെ ഒവൈസി വന്നെങ്കിൽ ഒവൈസിക്ക് മാന്യമായിട്ട് 6 സീറ്റ് നമ്മൾ ചോദിച്ചോളൂ. 20% ഇല്ലേ, അത് 6 സീറ്റ് കൊടുത്ത് മാറ്റി നിർത്തുക. അല്ല ഓരോന്നും അത് ചെയ്ത് നിങ്ങൾ ചെയ്തില്ല മാത്രമല്ല, അവരൊക്കെ നിങ്ങൾ കൊച്ചാക്കി കളിയാക്കി. ഇനി ആ കളിയാക്കൽ വേണ്ട, അത് മുസ്ലിം ലീഗിൻ്റെ അടുത്ത് പറ്റും. മുസ്ലിം ലീഗ് അടുത്ത് നിങ്ങൾ കോൺഗ്രസിൻ്റെ ഈ പച്ച ചപ്പളാച്ച് കാട്ടും. പക്ഷെ അത് ഇന്ത്യയിൽ പാവപ്പെട്ട മുസ്ലിം അടുത്ത് നടക്കില്ല. ആത്യന്തികമായിട്ട് വേണം അവസാനം പറയാൻ. ഇത്രയും സൗകര്യം കിട്ടിയിട്ടും ഇറക്കാൻ പറ്റിയില്ല, കെട്ടില്ലെങ്കിൽ എന്ത് ന്യായം പറയാനുണ്ട്? ഇപ്പോൾ രാഹുൽ, പ്രിയങ്ക, ഈ കത്തോലിക്ക കോൺഗ്രസ് 20% മുസ്ലിങ്ങളുടെ ഇന്ത്യയുടെ ഇത്രയും ശക്തമായിട്ട് പ്രസ്ഥാന ലോകത്ത് ഇന്ത്യയിൽ ഏതാ വേറെ ഉള്ളത്? ഏതാണ് തുല്യമായിട്ട് ദളിതുണ്ട്. പക്ഷേ ദളിതുക്കാലും 4-5 പാർട്ടിയിലാണ്. ഇത് 100% BJP 10 വോട്ട് കൊടുത്തില്ല. ഞാൻ ഈ മുസ്ലിം സമുദായത്തിൽ ഞാൻ കള്ളമായെന്ന് പറയുക 10 വോട്ട് BJP കൊടുത്തുള്ളത്. മറിച്ച് ഈ രാഹുൽ കൊടുത്ത വോട്ടിൽ ഒരു പകുതി വോട്ട് BJP കൊടുത്തിരുന്നെങ്കിൽ ഉപപ്രധാനമന്ത്രിയായിട്ട് കൊടുത്തവർ. ഞാൻ ഗ്യാരണ്ടി പറയുന്നു. മോഡി അമിത്ഷായെ കണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ഞങ്ങൾക്ക് ഉപപ്രധാനമന്ത്രി വേണം, ഞാൻ ഉപപ്രധാനമന്ത്രി തരും, ഒരു സംശയക്കാര്യത്തില്ല. മാന്യമായിട്ട് നിങ്ങൾ അംഗീകാരവും തരും, അവസരം തരും, 20% മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. അപ്പോൾ 80% കിടപ്പില്ലേ? ഈ കോൺഗ്രസിൻ്റെ കഥയിൽ പറഞ്ഞ വഞ്ചനയേക്കാൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഞ്ചനയേക്കാൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെയാണ്, കോൺഗ്രസ് പോലെ മാത്രമൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. ഈ പൊങ്ങച്ചപ്പം എല്ലാ കാര്യമായിട്ട് താല്പര്യമില്ല. നിങ്ങൾ ആ പറഞ്ഞ് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അത് പകുതി BJPക്ക് കൊടുത്തെങ്കിൽ, അമിത്ഷാക്കോ അല്ലെങ്കിൽ മോഡിജിക്ക് കൊടുത്തെങ്കിൽ, നിങ്ങളുടെ ഒരു വിഭാഗത്ത് കുഞ്ഞാലിക്കുട്ടി വേണ്ടി ഉപപ്രധാനമന്ത്രിയാക്കും. ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി അവസരമുണ്ട്. ആ BJPയായിട്ട് ധാരണ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടിക്ക് വേണം ഉപപ്രധാനമന്ത്രിയാക്കാം, വെറും മെമ്പറല്ല. നിങ്ങൾക്ക് രക്ഷപ്പെടിക്കുക. അപ്പോൾ ഇതിൽ പേരും മാറ്റണ്ട, BJPയിൽ പോകണമെങ്കിൽ നിങ്ങൾ പേരൊന്നും മാറ്റാൻ ആവശ്യമില്ല. അതാ പറയുന്നത്. ഒരാൾ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാവരും കുറേ കാലത്തും പറ്റിക്കാം. പക്ഷെ എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കാൻ പാടില്ലെന്നുള്ള ഇബ്രാഹിം ലീഗിൻ്റെ ഭാഷ കടമെടുത്ത് പറയട്ടെ. രാഹുലിൻ്റെ കൂട്ടുകാരോടും ആ ഗ്യാങ്ങോടും പറയണത്, നിങ്ങളുടെ ഈ തട്ടിപ്പിനി വേണ്ട. നിങ്ങൾ മാന്യമായിട്ട് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഈ സമുദായത്തിന് എല്ലാ നിലക്കും അവസരവും അംഗീകാരം കൊടുത്താൽ മാത്രമേ കോൺഗ്രസ്സിന് ഇനി മുസ്ലിം വോട്ട് ചെയ്യുള്ളൂ. ലീഗിൻ്റെ ആയാലും മുസ്ലിം വോട്ട് ചെയ്യുള്ളൂ. ഈ ലാഗുകളിൽ 4 മുസ്ലിം ലീഗ് അനുഭാവികളല്ല, ബാക്കി 3 ഭാഗവും പുറത്ത് കിടക്കണം. അത് ഓർത്താൽ സതീഷ് നല്ലതാണ്, രമേശൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ തകർത്ത് മുന്നോട്ട് പോകും, ഒരു കുഴപ്പമില്ല. അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കൂരായി. നന്ദി. ജയ് ഹിന്ദ്.